തമിഴ്നാട്ടിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ നടൻ വിജയുടെ മൊഴി CBI രേഖപ്പെടുത്തുകയാണ്. ഡൽഹി CBI ആസ്ഥാനത്താണ് മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നത്. നേരത്തെ TVKയുടെ പ്രധാന നേതാക്കളെ CBI ചോദ്യം ചെയ്തിരുന്നു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സജു, വിജയെ എപ്പോഴാണ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്? എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് വിജയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടത്? നൗഫൽ, ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട് വിജയ് ഇപ്പോൾ CBI ആസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം ഇപ്പോഴും ചോദ്യം ചെയ്യൽ, അതായത് മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 41 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ നൽകാൻ വേണ്ടിയാണ് വിജയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ് വിജയെ ഇപ്പോൾ CBI ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് മൊഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും 10,000 പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ 30,000 പേരായപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് നിരീക്ഷണം ഉണ്ടായില്ല, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പോഴും CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിലൂടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ TVKയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 നേതാക്കളുടെ മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ മാസം ആദ്യമാണ് നടൻ വിജയെ അദ്ദേഹത്തിന് സമൻസ് നൽകുകയും ഇന്ന് ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അദ്ദേഹം ചെന്നൈയിൽ നിന്നും ഡൽഹി CBI ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിയുമ്പോൾ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. എന്തുകൊണ്ടാണ് സദേൺ CBIക്ക് ഈ കേസ് നൽകാതെ ഡൽഹി സെന്റർ തന്നെ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ള ചില രാഷ്ട്രീയ ചോദ്യങ്ങളും പ്രധാനമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചില വിമർശനങ്ങളും ഉയർന്നുണ്ട്. പ്രത്യേകിച്ച് BJP TVKയുടെ വോട്ടൊക്കെയും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന അത്തരത്തിലുള്ള വാദങ്ങളും വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ശക്തമാവുകയാണ്. വിജയ്ക്ക് ഏതായാലും ഇപ്പോൾ പിന്തുണയുമായിട്ട് TVK അംഗങ്ങളും വിജയുടെ ഫാൻസും CBI ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെയും നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ പറയുന്നത് വിജയ് സ്വാഭാവികമായിട്ട് ഈ കാര്യത്തിലൊക്കെ വിജയെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ചില ആക്ഷേപങ്ങളും സ്വാഭാവികമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം എഴുതി തയ്യാറാക്കിയ 40ഓളം ചോദ്യങ്ങളാണ് വിജയോട് ചോദിക്കാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ആരാണ് ഈ പാർട്ടി അല്ലെങ്കിൽ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത്, അതിൽ വിജയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇതിൽ ഇടപെടൽ നടത്തിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കരൂർ ദുരന്തത്തിൽ 41 പേരാണ് മരിച്ചത്. അതിൽ നടൻ വിജയുടെ പങ്ക്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പങ്ക് ഒക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.